ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിരട്ട യൂസ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഒരു കിളിനെയാണ് നോക്കുന്നത് ചെയ്യാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ വേസ്റ്റായി കിടക്കുന്ന ഒരു ചിരട്ട വെച്ചിട്ട് നമ്മളതിന് ഒരു പ്രൈമർ കോട്ടിങ് അടിച്ചു കൊടുക്കുക. ഞാൻ ജസ്റ്റ് വീട്ടിലൊക്കെ നമുക്ക് ഔട്ട് സൈഡിലൊക്കെ അടിക്കുന്ന ഒരു പ്രൈമർ പോലത്തെ ഒരു പെയിൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ കയ്യിൽ അതായിരുന്നു ഇരിക്കുന്നത്, അത് ഞാൻ എടുത്തു. ഓക്കെ, അത് നമ്മളൊന്നൊരു പ്രൈമർ കോട്ടായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടും. വേറൊന്നും ചുരണ്ടി കളിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു രോമം പോലെ ഇരിക്കും കിളിയുടെയൊക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ കണ്ണാണ് എടുത്ത് ചെയ്യുന്നത്. ആ പ്രൈമർ അടിച്ചിട്ട് അവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് നമ്മളതിൻ്റെ കണ്ണ് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ, അധികം കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് നമ്മളതിൽ ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുക്കുക. ഈ ഒരു ഓവൽ ഷേപ്പാണ് നമുക്കതിൽ ആവശ്യം. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഓവൽ ഷേപ്പിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് ഫസ്റ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഞാനിവിടെ ഒരു 3-4 കിളിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 പീസ് ഇതുപോലെ 8 പീസ് നമ്മളിതുപോലെ വെട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ 8 പീസ് നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ കണ്ണ് പോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ എന്തിൻ്റെങ്കിലും ഒരു ക്യാപ്പോ അല്ലെങ്കിൽ സ്റ്റെൻസിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് നമ്മുടെ ഒരു ഇഷ്ടം പോലെ പല സ്പേസിലേക്ക്, അതായത് ഓരോ എക്സ്പ്രഷൻ ചെയ്യുന്ന രീതിയിൽ കണ്ണിൻ്റെ കൃഷ്ണമണി നമുക്ക് ഓരോ ഏരിയയിലേക്ക് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മോഡലാണ് ഇതിൽ നോക്കിയത്. എന്നിട്ട് അതിനേക്കാളും ചെറിയൊരു ഇതെടുത്തിട്ട് നമുക്ക് ഏറ്റവും ഇൻസൈഡിലുള്ള ആ ഒരു പോർഷനും കൂടി ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് 2ൻ്റെ ഗ്യാപ്പിൽ നമ്മളൊരു കളറാണ് കൊടുക്കേണ്ടത്. കിളിക്ക് ഉള്ള ഒരു കളറ് നമ്മൾ അതിന് കൊടുക്കുക ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വട്ടത്തിൽ ഇങ്ങ് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പീസും കൂടെ നമുക്ക് അതിൽ നിന്ന് വെട്ടിയെടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻസൈഡിലായിട്ട്, അതായത് ആ റിങ് പോലെ വരുന്ന ആ ഭാഗത്തിൽ നമ്മളൊരു കളറ് ചെയ്ത് കൊടുക്കുക. ആ കളറ് നമ്മൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ, ഇപ്പോൾ 2 കണ്ണിനും ഒരേ രീതിയിൽ കളർ കൊടുത്തിട്ട് ഓരോ കിളിക്കും ഓരോ കളേഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കളർ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തതിന് ശേഷം ഈ പോർഷൻ, ഈ കണ്ണിൻ്റെ പോർഷൻ നമ്മൾ അവിടെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും ഇൻസൈഡിൽ നമുക്ക് ബ്ലാക്കാണ് ചെയ്യേണ്ടത്. ബ്ലാക്കിൽ ഒരു സൈഡിലായിട്ടൊരു വൈറ്റ് ഡോട്ടും, ആ വൈറ്റ് ഡോട്ട് വരുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ നമ്മളിപ്പം വേറെ ഒന്നിൽ നമ്മളിപ്പം റെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് റെഡിൻ്റെ ഇത് കഴിഞ്ഞ് 2ലും റെഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഏറ്റവും ഇൻസൈഡ് കണ്ണിൻ്റെ കൃഷ്ണമണി ഏരിയയിലേക്ക് അതിന് നമുക്ക് ബ്ലാക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ബ്ലാക്ക് പ്ലസ് ഒരു വൈറ്റ് ഡോട്ടും ചെയ്യാണ്ട്. അപ്പോൾ അതും ഞാനിത് വളരെ സ്ലോയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അവർക്ക് എല്ലാ പോർഷനും കണ്ടാലേ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യണ്ട, എന്നാലും അറിയുന്നവർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ അത് കാണുമ്പം ഓരോ പോർഷനും പോസ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക്, ഇപ്പം വലിയവരാണ് ഇത് കാണുന്നതെങ്കിൽ പാരൻസ് എന്തായാലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും അവരായിട്ട് ചെയ്യുകയാണെങ്കിൽ. ചെറിയ മിസ്റ്റേക്സും ഒന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഏറ്റവും ഈസിയുള്ളൊരു ക്രാഫ്റ്റ്. ഞാൻ വേറെ പല ക്രാഫ്റ്റും ചെയ്ത് വലിയവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു കാർട്ടൂൺ രൂപത്തിലുള്ളൊരു ക്രാഫ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിച്ച് നോക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക എങ്ങനെയായി, അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മളൊരു വൈറ്റിൻ്റെ പോർഷൻ ഇട്ട് കൊടുത്തു, പക്ഷേ അത് പോരാ. അപ്പോൾ നമുക്ക് ആ വൈറ്റിന് വേറെ ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു ചിറക്, ഇതുപോലെ ഒരു ചിറക് വരച്ചെടുക്കാം. എന്നിട്ട് ആ ചിറകിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ നമ്മൾ വേണ്ട 8 ചിറകും കൂടെ, നമ്മൾ 4 കിളികൾക്ക് നമ്മൾ 8 ചിറക് നമ്മൾ ചെയ്യണം. എന്നിട്ട് ഈ ചിറകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ് വേണ്ട. എന്നിട്ട് നമ്മൾ ആ ചിരട്ടയിൽ ഒരു പോർഷൻ വരച്ചു കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തുള്ള പോർഷനും മേളുള്ള ഭാഗത്തുള്ള പോർഷനും നോക്കിയിട്ട് ചിരട്ട, ഹോൾസുള്ള ചിരട്ടയായാലും കുഴപ്പമില്ല, ഇത് മറവിൽ പോയിക്കോളും. ആ കണ്ണിൻ്റെ മറവിൽ ആ ഹോൾസ് പോയിക്കോളും. അതുകൊണ്ട് എങ്ങനെയുള്ള ചിരട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിന് ഒരു ബ്ലൂ ആണ് ആദ്യം അടിച്ചു കൊടുക്കുന്നത്. അപ്പർ പോർഷൻ്റെ മേജർ പോർഷൻസ്, അതായത് നമ്മളതിനെ ടോട്ടലി എടുക്കുമ്പോൾ അതിൻ്റെ 1/3 പോർഷൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ചെറിയൊരു പോർഷന് അടിഭാഗത്ത് വരും. അത് കിളിയുടെ അടിഭാഗം 2 കണ്ണും വരുന്ന 2 പോർഷനിലും പിന്നെ താഴെ ഭാഗത്തുമാണ്. അവിടെ ഞാനൊരു ക്രയോൺസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു വൈറ്റ് പാച്ച് വന്നോട്ടെ എന്നുള്ള രീതിയിൽ അതേ ക്രയോൺസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കാണാം, നമുക്ക് വീഡിയോയിലുണ്ട്. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റിങ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ അതിന് യെല്ലോ ഫെദർ, എന്താണ് നമ്മൾ ബോഡിക്ക് അടിക്കുന്നത് അത് തന്നെ നമ്മൾ അതിൻ്റെ ചിറകിനും അടിച്ചു കൊടുക്കുക, അതേ കളർ തന്നെ.
അപ്പോൾ അത് രണ്ടും യെല്ലോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ഞാനൊരു റെഡാണ്, ക്രിംസൺ റെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റെഡും കൂടെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെഡും കൂടെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇവിടെ നിങ്ങൾക്ക് കളറിങ്ങിൻ്റെ പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഡീറ്റെയിൽഡായിട്ട് കുട്ടികൾ കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും കാണുന്നവർക്ക് അത് കാണാം, കുഴപ്പമൊന്നുമില്ല. അറിയാവുന്നവർക്ക് ആ ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇന്നർ പോർഷനിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ചെയ്യേണ്ടവർക്ക് പേപ്പർ ചുരുട്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് വേറെ കവറിങ് കൊടുക്കാം. ഒരു തുണി കൊണ്ട് എന്തെങ്കിലും ഒരു കവറിങ് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു കാർട്ടൂണായിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റാണ്, എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇപ്പോൾ 3 ഇതും ഞാൻ ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ക്രയോൺസ് വെച്ചിട്ട് അടിക്കുകയാണ്. 2 ഞാൻ ക്രയോൺസ് കൊണ്ട് അടിച്ച് കഴിഞ്ഞു. 3ാമത്തേത് വീഡിയോ വലുതാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാണ്. ഇതുപോലെ ഞാൻ ക്രയോൺസ് വെച്ചാണ്, കുറച്ച് വൈറ്റ് പാച്ച് അവിടെ ഇരുന്നോട്ടെ, കാണാൻ നല്ല ഭംഗിയാണ് ആ പാച്ച് ഉണ്ടെങ്കിൽ. എന്നിട്ട് ഞാനീ ഒരു ചകിരിയുടെ, നമ്മൾ ഈ തേങ്ങയുടെ ഭാഗത്തിരിക്കുന്ന ആ പൊളിച്ച് കളഞ്ഞ ഭാഗം എടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഞാൻ ബാക്കിലത്തെ വാലുണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് 3ലും നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ആ പോർഷനിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. എന്നിട്ട് ചെറിയൊരു ബെൻഡ് കൊടുത്താൽ മതി. മുകളിലേക്ക് നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ അടിയിൽ ചെറിയൊരു തെർമോക്കോൾ പീസും വെച്ചിട്ടുണ്ട്, അത് ഉള്ളിലേക്ക് താന്നു പോകാണ്ടിരിക്കാൻ. നിങ്ങൾക്കും ഒരു പേപ്പർ ചുരുട്ടി വെച്ചാലും മതി, ഇരുന്നോളും, ഒരു കുഴപ്പമില്ലാണ്ട്. വേസ്റ്റ് പേപ്പർ ചുരുട്ടി വെക്കാം. എന്നിട്ട് ഞാൻ കണ്ണൊട്ടിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ഈ പോർഷനിൽ കണ്ണൊട്ടിച്ച് കൊടുക്കുകയാണ്. അത് ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്, അത് കാരണം എല്ലാവർക്കും ഒന്ന് ശരിയായ രീതിയിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഗ്ലൂ വെച്ചിട്ട് കണ്ണ് ഞാൻ അതിലേക്ക് നല്ല രീതിക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഇപ്പം തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഞാൻ യെല്ലോ കണ്ണ് ഞാൻ റെഡിനാണ് എടുത്തിരിക്കുന്നത്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരേ കളറിൽ എടുക്കുമ്പോൾ അത്ര ഭംഗിയില്ല, അതുകൊണ്ട് നമ്മൾ ക്രോസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ റെഡിന് യെല്ലോ, ബ്ലൂവിന് അടുത്ത അതിൻ്റെ കളേഴ്സ് അനുസരിച്ച് അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച്. ഇപ്പോൾ റെഡിന് കണ്ടില്ല, യെല്ലോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് സാധനം കാണാൻ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് ചെയ്യുമ്പം നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ, ഇനിയിപ്പോൾ റെഡ് യെല്ലോയ്ക്ക് ബ്ലൂ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലൂ വയ്ക്കുമ്പോഴാണ് ഞാൻ വെച്ച് നോക്കിയപ്പം ബ്ലൂ ആണ് കൂടുതൽ ഭംഗി കാണുന്നത്. അപ്പോൾ യെല്ലോയ്ക്ക് ബ്ലൂ ആണ് അടുത്ത ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ അതിൽ ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഇങ്ങനെ നോക്കി, അത് ഞാൻ വളരെ സ്ലോ ആക്കിയിട്ടുണ്ട് വീഡിയോ. അങ്ങനെ നോക്കി നമ്മൾ ആ കോമ്പിനേഷൻ അനുസരിച്ച് കണ്ണ് വളഞ്ഞു പോകാണ്ട് തിരിഞ്ഞൊന്നും പോകാണ്ട് അവിടെ തന്നെ നോക്കിയിട്ട് നമ്മൾ ആ ഏരിയയിൽ കറക്റ്റായിട്ട് കണ്ണ് ഒട്ടിച്ച് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മറ്റേതിന് ബ്ലൂവിന് നമ്മൾ റെഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലൂവിന് നമ്മളിതുപോലെ റെഡ് വെച്ച് കൊടുക്കുക. കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്ലൂവിന് റെഡ് വെച്ചെടുക്കുക. റെഡ് അതവിടെ ഗ്ലൂ ഗൺ അവിടെ ചെയ്തിട്ട് ആ ട്രയാങ്കിൾ പോർഷനിൽ കറക്റ്റായിട്ട് 2 സ്ഥലത്തും ഗ്ലൂ ഗൺ ചെയ്തിട്ട് ഒട്ടിക്കുന്ന സമയത്ത് ആ പൊസിഷൻ ഒന്ന് കറക്റ്റ് നോക്കിയാൽ മതി. ഈ ഏരിയ ഞാൻ ഇത്തിരി സ്ലോ ആക്കി, അതുകൊണ്ടാണ്. ആ ഏരിയ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം. കണ്ണ് അതേപോലെ ഇരുന്നില്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല, ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഏരിയ ഒന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ 3 ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ചിറകിൻ്റെ പോർഷനും കൂടെ നമ്മൾ ഒട്ടിക്കുക. നിങ്ങൾക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടും കളർ കൊടുക്കുക, കളർ കഴിഞ്ഞിട്ട് കൊടുത്ത് ഉണങ്ങിയതിന് ശേഷവും ചെയ്യാം. എനിക്ക് ടൈം സ്പേസ് ഇച്ചിരി കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 3 ഞാൻ അതിന് ചിറക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ചേരുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഇന്ന് നമ്മൾ യെല്ലോയ്ക്ക് ചെയ്തു. ഇനിയിപ്പം മറ്റേ റെഡിനും ബ്ലൂവിനും നമുക്ക് ഇതേപോലെ കളർ കൊടുക്കണം. അതേ കളർ, ബോഡീൻ്റെ അതേ കളർ തന്നെ കൊടുക്കണ്ട, മാറി കൊടുക്കണ്ട. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി നമ്മളതിന് ചുണ്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു കാർഡ്ബോർഡിൻ്റെ സ്ക്വയർ പീസ് എടുത്ത് നടുക്കൂടെ ഇങ്ങനെ മടക്കിയാൽ മതി ചുണ്ട് കിട്ടാൻ. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് കൂടുതലെടുത്ത് കാണിക്കാൻ വീഡിയോ കുറേ ലെങ്ത്തായി പോകും. ഇനി നമ്മളതിൻ്റെ വാലിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ബോഡിയുടെ അതേ കളർ തന്നെ നമ്മൾ വാലിനും അടിച്ചു കൊടുക്കുക. യെല്ലോ അടിച്ചു കൊടുക്കുന്നുണ്ട്, അതേപോലെ മറ്റേതിന് നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലൂവിനും കൂടെ വാലിനും കൂടെ ആ കളർ അടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു കൺപീലിയും കൂടെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരെ ഒരു കണ്ണിൻ്റെ പീലി പോലെ വളരെ നേരിയതായിട്ട് നമ്മൾ പീലി കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കൺപീലിയായി. പിന്നെ ചുണ്ടിനും നമ്മൾ റെഡും യെല്ലോയുമാണ് ചുണ്ടിനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെല്ലാ ചിറകിനും നമ്മൾ അതിൻ്റെ ബോഡിക്ക് അനുസരിച്ചുള്ള കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്കിങ്ങനെ മാറി മാറി വരുന്ന കാണുമ്പോൾ നമ്മളൊരു
ഡ്രോയിങ് ചെയ്യുന്ന പോലെ തോന്നും. നല്ലൊരു ഇതാണ്, നമുക്കിങ്ങനെ ചേഞ്ചസ് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ കൺപീലി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുക ചെയ്ത്. കൺപീലിയും കൂടെ വരുമ്പോൾ നല്ല രസമാണ് സാധനം കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഞാനൊരു വേറൊരു ഇതും കൂടെ ചെയ്യുന്നുണ്ട്. 4 എണ്ണം ടോട്ടലി ഞാനിപ്പോൾ ചെയ്തു, ഓറഞ്ചും ബ്ലാക്ക്. അപ്പോൾ അതുകൂടി ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം. പിന്നെ ഈ ഓറഞ്ച് ബ്ലാക്കും കൂടെ ഉള്ള ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഫൈനലി ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് 4ാമത്തെ ഒരു സാധനം കൂടെ നമുക്കിതിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ക്യൂട്ടായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻ്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാണ് 4ാമത്തെ ആൾ, ബ്ലാക്ക് ഓറഞ്ചും കോമ്പിനേഷനിൽ ഞാൻ ചെയ്തതാണ്. സെയിം കളേഴ്സ് കണ്ണിനും കൊടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. അഭിപ്രായം പറയുക എല്ലാവരും.